ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ച് നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ എല്ലാ കണക്കുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള എല്ലാ കണക്കുകളും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതുകൊണ്ട് തന്നെ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ പീസ് നമ്മൾ 1 മീറ്റർ തുണിയാണ് നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. 38 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ബ്ലൗസാണ്. അതുപോലെ തന്നെ 15.5 ഇഞ്ചാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത്. നമ്മൾ 1 മീറ്റർ തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വ്യത്യസ്തമായി നമ്മൾ സാധാരണ നേരെ തുണിയുടെ നേർപകുതിയായി മടക്കിയിട്ടാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യാറ്. എന്നാൽ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള വിഡ്ത്തിലാണ് നമ്മൾ തുണി എടുക്കുന്നത്. നമുക്ക് 38.5 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു 13 ഇഞ്ച് തുണിയാണ് നമ്മളിവിടെ ഇതുപോലെ മടക്കിയെടുക്കുന്നത്. 13 ഇഞ്ച് വീതിയിലുള്ള തുണിയാണ് മടക്കിയെടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ നിന്നാണ് നമുക്ക് സ്ലീവ് കിട്ടുക. അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത്ത് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇനി നമ്മൾ ഇതുപോലെ ബോട്ടം ഭാഗത്ത് നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമ്മുടെ തുണിയുടെ താവിലുള്ള ക്രോസൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് 15.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി 16.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ കൂടെ 1 ഇഞ്ചാണ് നമ്മൾ കൂട്ടി മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് 6.25 ഇഞ്ചാണ്. ഈ ഒരു 6.25 ഇഞ്ച് നമുക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 1/6 ഭാഗം, അതാണ് നമ്മുടെ ഷോൾഡർ നമ്മൾ എടുക്കുന്നത്. 6.25 ഇഞ്ച് 38 ഇഞ്ച് ചെസ്റ്റ് അളവിൻ്റെ 1/6 ഭാഗമാണ് 6.25 ഇഞ്ച്. ഈ ഒരു 6.25 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡറായി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയും 6.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇതുപോലെ വരയുന്നു. ഇതുപോലെ വരിക. ഇനി നമ്മൾ എത്രയാണോ നമ്മൾ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെയാണ് നമ്മൾ എല്ലാ ബ്ലൗസിനും കൈക്കുഴിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത്. 6.25 ഇഞ്ച് തന്നെ കൈക്കുഴിയും നമ്മൾ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഇവിടെ നിന്ന് 6.25 ഇഞ്ച് കറക്റ്റ് ഇവിടെ 6.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെയാണ് ഈ ഒരു അളവിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് 38 ഇഞ്ചാണ്. അതായത് നമ്മുടെ ആളുടെ ബോഡിയിൽ നിന്നെടുത്തുള്ള മെഷർമെൻ്റാണ്. അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്നെടുത്തുള്ള മെഷർമെൻറ്റിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക. അപ്പോൾ നമുക്ക് 42 ഇഞ്ച് കിട്ടും. 42ൻ്റെ 4 ഭാഗം 10.5 ഇഞ്ച്. ഈ ഒരു 10.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത്, ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് അളവ് വരുന്നത്. അതിലൂടെയാണ് നമ്മൾ ഇവിടെ എക്സ്ട്രാ ഒരു 1.25 ഇഞ്ച് തുന്നി നമ്മുടെ സൈഡ് വശത്ത് എക്സ്ട്രാ കൊടുക്കുന്നു. നമ്മുടെ ഇടുപ്പളവ് 35 ഇഞ്ചാണ്. 35ൻ്റെ 4 ഭാഗം നമുക്ക് 8.25 കിട്ടുക. അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച്, അങ്ങനെ 8.25 9.5 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്ത് നമ്മളിവിടെ ഈ ഒരു മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. കണ്ടോ, ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ നെക്കിൻ്റെ അകലം നമ്മൾ കൊടുക്കുന്നത് നമ്മളിവിടെ 3 ഇഞ്ചാണ്. ഈ ഒരു 3 ഇഞ്ച് നമുക്ക് കിട്ടിയത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് 12 ഭാഗം, നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 12 ഭാഗം നമുക്ക് 3.25 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ചുകൊണ്ട് 3 ഇഞ്ചിൽ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നു. 3 ഇഞ്ച് കേട്ടോ, നമ്മളിത് ഇവിടെ നമ്മൾ 3 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ അതേ അളവ് തന്നെയാണ് നമ്മൾ താഴെയും നമ്മൾ 3 ഇഞ്ച് തന്നെയാണ് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് ഇതുപോലെ വരയുന്നത്. കണ്ടോ, ഇതുപോലെ വരുന്നു. ഇനി നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇറക്കമാണ്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമുക്ക് 7 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മുകളിൽ 1/2 ഇഞ്ച് തുന്നത്തുണിക്ക് വേണ്ടി 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ആ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്ത തുന്നത്തുണിയാണ്. അപ്പോൾ ഈ ഒരു 7 ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ഇറക്കം 7 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിലൊരു 1/4 ഇഞ്ച് കുറച്ച് 6.25 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കേട്ടോ ഇതുപോലെ റൗണ്ടിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മൾ 6.25 ഇഞ്ചാണ് നമ്മുടെ ആം ഹോളിൻ്റെ ഇറക്കം നമ്മൾ കൊടുത്തത്. 6.25 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 3 1 പോയിൻറ്റും കണ്ടോ ഇവിടെ മാർക്ക് ചെയ്ത് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ
കേട്ടോ. ഇതുപോലെ റൗണ്ട് ചെയ്ത് കേട്ടോ, ആം ഹോൾ ഇതുപോലെ കറക്റ്റ് റൗണ്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഇവിടെ വരുന്ന അളവ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ വരുന്നത് 1.5 ഇഞ്ചാണ് നമുക്കിവിടെ അളവ് വരുന്നത്. ഇവിടെ നമുക്ക് ഏറിയും കുറഞ്ഞും ഒക്കെ വരാം. അപ്പോൾ നമുക്കത് കട്ട് ചെയ്യുന്നതിന് മുന്നേ കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ റൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം മുകളിലൊരു 1/2 ഇഞ്ച് തുന്നത്തുണി നമ്മളിവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. 1/2 ഇഞ്ച് തുന്നത്തുണി മാർക്ക് ചെയ്ത് ഇത് നമ്മുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന തുന്നത്തുണിക്ക് വേണ്ടി. ഇനി നമ്മുടെ ഈ ഒരു ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ തോൾ വശത്തുള്ള അളവ് നമ്മൾ 8.5 ഇഞ്ചാണ് കൊടുക്കുക. അപ്പോൾ ആ ഒരു അളവ് നമുക്ക് കറക്റ്റായി കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, നമുക്കത് കറക്റ്റായിട്ട് 8.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കറക്റ്റായിട്ട് ഇപ്പോൾ നമുക്ക് 8.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ബാക്ക് ഡാർട്സിന് വേണ്ടി നമ്മളിവിടെ ഒരു മാർക്ക് കൊടുക്കുന്നു കേട്ടോ. നമ്മുടെ ബാക്ക് ഡാർട്സിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മുടെ ഡാർട്സിലേക്കുള്ള അകലം നമുക്ക് 4.5 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ ഡാർട്സിൻ്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നതും 4.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ക് പീസിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു മാർക്കിനനുസരിച്ച് നമ്മൾ കറക്റ്റായി കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ. ഇതുപോലെ കറക്റ്റായി കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യുവാനുള്ള പ്രചോദനമാവുന്നുള്ളൂ. അപ്പോൾ നമ്മളിനി ഇവിടെയും അതുപോലെ താഴെ വസ്തു നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് നമ്മുടെ ബാക്ക് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വരുന്ന തുണിയെ നമ്മൾ ഇതുപോലെ നിവർത്തി അതേ രീതിയിൽ തന്നെ നമ്മൾ ഇതുപോലെ വെക്കുന്നു. അതിനുശേഷം നമ്മുടെ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ വെക്കുക കണ്ടോ. ഇതുപോലെ വെക്കുമ്പോൾ നമ്മുടെ താവ് വസ്തു നമുക്കൊരു 1.5 ഇഞ്ച് ഇവിടെ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് കൊടുക്കേണ്ടത്. 1.5 ഇഞ്ച് കണ്ടോ. ഇവിടെ നമുക്ക് 1.5 ഇഞ്ചും കൂടി എക്സ്ട്രാ വേണം. അപ്പോൾ അതിനനുസരിച്ചാണ് ഇതുപോലെ വെക്കേണ്ടത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു 1/4 ഇഞ്ച് തുന്നത്തുണി എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം വെക്കേണ്ടത് കണ്ടോ. 1/4 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ തുന്നത്തുണി കൊടുത്ത ശേഷമാണ് നമ്മൾ വെക്കേണ്ടത് ഈ ഒരു പീസ്. കാരണം ഫ്രണ്ട് പീസ് നമ്മൾ തീരെ തയ്ക്കുവാൻ വേണ്ടിയുള്ള തുന്നത്തുണി. അപ്പോൾ നമ്മൾ 3 ഇഞ്ചാണ് നെക്കകലം കൊടുത്തത്. 1/4 ഇഞ്ച് തുന്നത്തുണി നമ്മൾ തീരെ തയ്ക്കുവാനും വേണ്ടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3.25 ഇഞ്ച്. ആ ഒരു 3.25 ഇഞ്ചാണ് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടേണ്ടത്. ഇനി നമ്മളിവിടെ 1.5 ഇഞ്ചാണ് നമ്മുടെ ബാക്ക് പീസിനേക്കാൾ കൂടുതലായി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഇഞ്ചാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇങ്ങനെ വരുന്നു. ഇനി നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി കൊടുത്തിട്ടുള്ള ആ ഒരു 3/4 ഇഞ്ച് നമ്മൾ കുറച്ച് മാർക്ക് ചെയ്യുന്നു കണ്ടോ. ഒരു 3/4 ഇഞ്ച് കുറച്ച് അത് നമ്മുടെ ബാക്ക് ഡാർട്സ് അടിക്കുവാൻ വേണ്ടി എക്സ്ട്രാ കൊടുത്തിട്ടുള്ളതാണ്. ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ മെയിൻ ടക്കിൻ്റെ വീതിക്ക് വേണ്ടി 2.25 ഇഞ്ച് കണ്ടോ. ഇവിടെ നിന്ന് കറക്റ്റ് നമ്മൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് നമ്മളൊരു ലൈൻ കൊടുക്കുക കണ്ടോ. ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുന്നു. അതിന് നമ്മുടെ ഇവിടെ ബാൻഡിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു 4.5 ഇഞ്ച് നമ്മുടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെയും നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കുന്നു. നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ നമ്മൾ ബാക്ക് നെക്കിന് വേണ്ടി മാർക്ക് ചെയ്ത പോലെ തന്നെ 1/2 ഇഞ്ച് മുകളിൽ നിന്ന് വിട്ടതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 5.25 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അവിടെയും ഒരു 1/4 ഇഞ്ച് കുറച്ച് 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ വരിക. നമ്മൾ ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും നമ്മൾ ഇറക്കത്തിൽ നമ്മളൊരു 1/4 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്ത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മളിനി കട്ട് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ഇവിടെ നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത്. ഇനി നമ്മുടെ ബാക്ക് പീസിന് വേണ്ടി നമ്മൾ ആം ഹോളൊക്കെ എങ്ങനെയാണോ കറക്റ്റ് ചെയ്തത് അതേ അളവിൽ തന്നെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ, ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ ഈ ഒരു മാർക്ക് വരെ കണ്ടോ, ഈ ഒരു മാർക്ക് വരെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ബാക്ക് പീസിൻ്റെ മാർക്കിംഗ് വരുന്ന ആ ഒരു ഭാഗത്ത് കറക്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് പീസ് എടുത്ത് മാറ്റുന്നു. ഇനി നമ്മുടെ മെയിൻ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ആദ്യം മുകളിൽ ഒരു 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ടക്കിൻ്റെ ഇറക്കം നമുക്ക് 10.5 ഇഞ്ചാണ്.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ 10.5 ഇഞ്ചിൽ ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കമാണത്. 10.5 ഇഞ്ചിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടെക്കുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 10 ഭാഗത്തിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. കണ്ടോ, 4 ഇഞ്ച്. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ബാൻഡിന് വേണ്ടി നമ്മൾ 4.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളത് 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. സൈഡിൽ നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഈ ഒരു ബാൻഡിൻ്റെ പീസിനെ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുവാൻ വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മൾ ബാൻഡ് നമ്മൾ കട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഇവിടെ ഒരു 4 ഇഞ്ച് നമ്മുടെ തുന്നത്തുണി, നമ്മുടെ തീരെ തയ്ക്കുന്ന തുന്നത്തുണിക്ക് വേണ്ടി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇടുപ്പളവിൻ്റെ 4 ഭാഗം 35ൻ്റെ 4 ഭാഗം 8.25 ഈ ഒരു 4 ഇഞ്ച് വിട്ടതിന് ശേഷം 8.25 മാർക്ക് ചെയ്യുന്നു. പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണിയും മാർക്ക് ചെയ്ത് ഇതുപോലെ വരയുന്നു. കണ്ടോ, ഇതുപോലെ വരഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ മുകളിലേക്ക് അല്പം ക്രോസ് ചെയ്തുകൊണ്ടാണ് ചെരിച്ചാണ് നമ്മൾ ഇതുപോലെ വരയുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മളൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ ബ്ലൗസ് ധരിക്കുന്ന സമയത്തുള്ള ഫിനിഷിങ്ങിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാൻഡ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ടെക്കുകളൊക്കെയാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ 2.25 ഇഞ്ചാണ് നമ്മൾ ടെക്കിൻ്റെ വിടുത്ത് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ നേർപകുതി 1.25 പോയിൻറ്റും 2 ഭാഗത്തേക്ക് ഇവിടെ സെൻറ്ററിൽ നിന്ന് 2 ഭാഗത്തേക്കും 1.25 പോയിൻറ്റും വെച്ച് നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കുക. കേട്ടോ, 1.25 പോയിൻറ്റും. അപ്പോൾ നമുക്ക് ടോട്ടൽ 2.25 ഇഞ്ച് കിട്ടും. ഇനി നമുക്കിവിടെ നിന്ന് നമ്മളിവിടെ ഒരു 3/4 ഇഞ്ച് ഇവിടെ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കേട്ടോ, 4 ഇഞ്ച്. നമ്മൾ ഈ ഒരു 3/4 ഇഞ്ചിലേക്ക് ഇവിടെ നമ്മുടെ ടെക്കിൻ്റെ വിടുത്ത് എത്രയാണോ കൊടുത്തിരിക്കുന്നത് ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ഷേപ്പിന് വേണ്ടി ഇതുപോലെ വരഞ്ഞ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ സെൻറ്ററിലേക്കല്ല കട്ട് ചെയ്ത് മാറ്റുന്നത്, നമ്മൾ ടെക്കിൻ്റെ അകലം മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലേക്കാണ്. നമ്മുടെ രണ്ടാമത്തെ ടെക്ക് നമ്മുടെ സെൻറ്റർ ഡാർസ് വരുന്നത് ഇവിടെയാണ്. കണ്ടോ, ഈ ഒരു ഭാഗത്താണ് നമ്മുടെ സെൻറ്റർ ഡാർസ് വരുന്നത്. ഈ ഒരു ഡാർസിൻ്റെ നീളം നമ്മൾ കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. കണ്ടോ, ടോട്ടൽ 3 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്ക് കൊടുക്കും. നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ നിന്ന് നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്നൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മുടെ കഴുത്ത് ഫ്രണ്ട് ഭാഗം ടൈറ്റ് കിട്ടുവാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ മുകളിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നു. അതിനു വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്യുന്നു. കണ്ടോ, ആ ഒരു 1.25 ഇഞ്ച് ഇറക്കി വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുണ്ടോ ഒരു 1/2 ഇഞ്ചെങ്കിലും കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് നമ്മുടെ തോൾ വശത്ത് വരുന്ന ടെക്കാണിത്. ഇവിടെയാണ് വരുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ 3 ടെക്ക് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിന് നമ്മൾ ഒരു ടെക്ക് കൂടി കൊടുക്കുന്നുണ്ട്. 4ാമത്തെ ടെക്ക് നമ്മുടെ സൈഡ് വശത്ത് വരുന്ന ടെക്കാണത്. ആ ഒരു ടെക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ നേരെ വരഞ്ഞെടുക്കാൻ പാടില്ല. ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മുടെ 4 ടെക്കുകളും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ ടെക്കുകൾ വരുന്നത്. അപ്പോൾ നമുക്കിത് 4 ടെക്കുള്ള ബ്ലൗസാണ്. അപ്പോൾ നമ്മളിനി ഈ ഒരു ടെക്കിൻ്റെ എവിടെയൊക്കെയാണോ വരുന്നത് അവിടെയൊക്കെ നമ്മൾ കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മുടെ ടെക്കും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ ബോഡി പീസ് കട്ട് ചെയ്തതിന് ശേഷം വരുന്ന ഭാഗമാണിത്. നമ്മുടെ കരവശം നമ്മൾ ആവശ്യമുള്ള തുണി മാത്രമാണ് നമ്മൾ ബോഡി കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. ബാക്കി വരുന്ന സൈഡ് വശമാണ് നമ്മുടെ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ നേരെ പകുതി മടക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുന്നു.
ഇനി നമ്മൾ ഇവിടെ കൈയുടെ താവ് വശം മടക്കി ഹെമ്മിങ് ചെയ്യുവാൻ നമുക്ക് ഇവിടെ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കത് കരവശമാണ്, അത് കട്ട് ചെയ്ത് മാറ്റേണ്ട. നമുക്ക് ആ ഒരു കരവശത്തെ കറക്റ്റായി മടക്കിയെടുത്ത് നമുക്കിത് ഹെമ്മിങ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് നമുക്ക് 7.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. കണ്ടോ, ഈ ഒരു മാർക്കിൽ നിന്ന് 8 ഇഞ്ച്. ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ കൈ ഫിറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തുന്നിക്ക് വേണ്ടിയാണ്. 8 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇനി നമ്മൾ ഇവിടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് കിട്ടുന്നതാണ്. ചെസ്റ്റ് അളവിൻ്റെ 10ൽ1 ഭാഗം നമുക്കിവിടെ 3.25 ഇഞ്ച് ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക. ഇനി നമ്മുടെ കൈയുടെ തോൾ വശത്ത് വരുന്ന ലൂസാണ്. അതൊന്നും നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തുന്നത്. നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4ൽ1 ഭാഗം നമുക്ക് 38 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ്. അതിൻ്റെ 4ൽ1 ഭാഗം നമുക്ക് 9.5 ഇഞ്ചാണ് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ 8.5 ഇഞ്ചാണ് നമ്മൾ ഇതിവിടെ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ടാപ്പിനെ ഇതുപോലെ ക്രോസിൽ പിടിച്ച് നമ്മൾ 8.5 ഇഞ്ച്, നമ്മുടെ ആം ഹോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ 8.5 ഇഞ്ചാണ് നമ്മുടെ സ്ലീവിൻ്റെ ആം ഹോൾ തോൾ ലൂസ് കൊടുക്കുക എന്ന്. അത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 8.5 ഇഞ്ച് പ്ലസ് 1.25 ഇഞ്ച് തുന്നത്തുണി. നമ്മുടെ കൈയുടെ താവ് വശത്തുള്ള ലൂസ് 12.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 6.25 പ്ലസ് 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് അല്പം ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. കണ്ടോ, ഇവിടെ ഇതുപോലെ വരുന്നു. നമ്മൾ ഇവിടെ ഇതുപോലെയാണ്, ഈ ഒരു മാർക്കിനനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് കണ്ടോ, ഈ ഒരു മാർക്കിലേക്ക് കറക്റ്റ് ഇതുപോലെ കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു അളവുകളൊക്കെ നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ നമുക്കിത് കറക്റ്റ് ആകുമോ, നമ്മുടെ ആം ഹോളൊക്കെ കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ കണ്ടോ, ഇവിടെ നമ്മൾ 8.5 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട് നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കത് 8.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ നമുക്കതിവിടെ കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ അതിന് വേണ്ടി നമ്മളെപ്പോഴും ബാക്ക് പീസ് മാത്രമാണ് എടുക്കേണ്ടത്. ബാക്ക് പീസ് നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ മാർക്കിംഗ് ആണ്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു 1/2 ഇഞ്ച് നമ്മുടെ മുകളിലുള്ള തുന്നത്തുണി നമ്മൾ ഇതുപോലെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചതിന് ശേഷം നമ്മുടെ കൈയുടെ മാർക്കിൽ കൂടി നമ്മൾ ആം ഹോൾ കറക്റ്റ് പിടിച്ചു കൊണ്ടുവന്നാൽ കണ്ടോ, നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ മാർക്കിങ്ങും സ്ലീവിൻ്റെ മാർക്കിംഗ് കണ്ടോ നമുക്ക് കറക്റ്റായി കിട്ടുന്നത് കണ്ടോ. നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ചിങ് സമയത്ത് നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും ഇല്ലാതെ കറക്റ്റ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ആ ഒരു ആം ഹോള് നമ്മുടെ ആളുടെ ബോഡിക്ക് കറക്റ്റ് ഫിറ്റിങ്ങും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുക. ഈ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നു. ഇവിടെയൊക്കെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ. ഇവിടെയൊക്കെ മാർക്കിംഗ് കൊടുത്ത് നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുന്നു കണ്ടോ, ഇതുപോലെ നിവർത്തി വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1.25 ഇഞ്ച് ഈ ഒരു മാർക്കിൽ നിന്നും ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ ഇവിടെ ഫ്രണ്ട് കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നു. ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്നാണ് കുഴിച്ച് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കണ്ടോ, ഈ ഒരു മാർക്ക് വരെ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്ലീവിനെ വെച്ച് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് നമ്മുടെ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മൾ ഇവിടെ നിന്ന് ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് 1 മീറ്റർ തുണിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത്. നമ്മുടെ ബാക്ക് പീസാണിത്. ഇനി അതിനുശേഷം നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലൗസിൻ്റെ ബാൻഡ് കണ്ടോ, നമ്മുടെ ബാൻഡാണിത്. ബാൻഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ സ്ലീവും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പീസുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണി നമ്മുടെ അധികം വരുന്ന തുണിയാണ്. നമ്മുടെ കഴുത്തിൻ്റെ പൈപ്പിങ് അതുപോലെ തന്നെ ബാൻഡിൻ്റെ ഉൾവശമൊക്കെ കൊടുക്കാനുള്ള പീസാണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.